സ്വാതന്ത്ര്യത്തിന്റെ 80ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മലയാളികൾ ഓർത്തിരിക്കേണ്ടവരിൽ പ്രധാനിയാണ് കേരള ഗാന്ധി കെ കേളപ്പൻ. ഗാന്ധി നയിച്ച സത്യഗ്രഹ വഴിയിൽ അടിയുറച്ചു നിന്ന കേളപ്പജിയുടെ ജീവിതം കോഴിക്കോട് തുറയൂരിലെ കോയപ്പള്ളി തറവാട്ടിലെത്തിയാൽ കാണാം. കുടുംബ ട്രസ്റ്റ് ഒരുക്കിയ സ്മാരകത്തിനപ്പുറം അദ്ദേഹം അർഹിക്കുന്ന ആദരവൊന്നും നൽകാൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. കെ കേളപ്പൻ എന്ന കേരള ഗാന്ധിയുടെ പേരിനൊപ്പമുള്ള കോയപ്പള്ളി, കേളപ്പജി നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ആകെ ഒരു സ്മാരകം. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയാൽ കേൾക്കാം എണ്ണമറ്റ സമരങ്ങളുടെ കടലിരമ്പം. കോയപ്പള്ളിക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന കേളപ്പജിയുടെ പൂർണ്ണകായ പ്രതിമ. പഴയ തറവാട് പുതുക്കിപ്പണിത കുടുംബ ട്രസ്റ്റാണ് ഇപ്പോൾ സംരക്ഷകർ. ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് മുതൽ കുടുംബം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ല. എപ്പോഴും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണം, രാജ്യത്തിലെ അസമത്വം അവസാനിക്കണം, പാവപ്പെട്ട ജനങ്ങൾ, അതായത് താഴേക്കടയിലുള്ള ജനങ്ങളെ, പ്രത്യേകിച്ച് ഹരിജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്താഗതിയിൽ മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുകയും അങ്ങനെയാണ് ഗാന്ധിയായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഗാന്ധിജിയുടെ ശിഷ്യനായി മാറുകയും അങ്ങനെ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം ഗാന്ധിജിയുടെ കൂടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും അതിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന സന്ദർഭത്തിലാണ് KPCC പ്രസിഡന്റായി. അകത്തെ മുറിയിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും ഉപ്പുകുറുക്കലിന്റെയും ഓർമ്മചിത്രങ്ങൾ. കോണിപ്പടികൾ കയറി മുകളിലെത്തിയാൽ ചുവരുകളിലാകെ കേളപ്പൻ നയിച്ച സമരഗാഥകൾ. മലബാർ കലാപത്തിന്റെ തീയണയ്ക്കാൻ സമരക്കാരുമായി സംസാരിച്ചതും പയ്യന്നൂരിലേക്ക് ഉപ്പുകുറുക്കാൻ നടന്നതും ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിന്റെ മുന്നണി പോരാളിയായതും അവയിൽ ചിലത് മാത്രം. അപ്പോൾ ഇതിപ്പം ഗാന്ധിജിയുടെ ചിതാവാസം ഭാരതപ്പുഴയിൽ ഒഴുക്കുന്നത്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് അനുയായി കെ കേളപ്പൻ. അതുകൊണ്ടാണ് കേരള ഗാന്ധി എന്നുള്ള പേര് തന്നെ വരും. കേളപ്പജിയുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട ലഹള ഏറനാട് വള്ളുവനാട് താലൂക്കിൽ ലഹള നടന്നപ്പോൾ അത് പൊന്നാനിയിലേക്ക് കൂടി വ്യാപിക്കാൻ ശ്രമിച്ചപ്പോൾ കേളപ്പന് ഉയരം കുറവായിരുന്നു. അതുകൊണ്ട് ഒരാളുടെ ചുമലിൽ നിന്നുകൊണ്ടാണ് ലഹളക്കാരോട് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അതിനുശേഷം വൈക്കം സത്യാഗ്രഹം, പിന്നെ അവസാന ഘട്ടത്തിൽ ഇപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ശേഷം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട വളണ്ടിയർ പയ്യന്നൂരേക്കുള്ള യാത്രയിൽ കേളപ്പനായിരുന്നു. സമത്വവും സാമൂഹ്യനീതിയുമായിരുന്നു കേളപ്പന് രാഷ്ട്രീയം. ഗാന്ധിയനായിരിക്കെ തന്നെ ആചാര്യ വിനോബ ഭാവെയുടെ ഭൂദാന പ്രസ്ഥാനത്തിനൊപ്പം നടന്നു. ഉള്ളതെല്ലാം ഭൂമിയില്ലാത്ത കർഷകർക്ക് നൽകി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം റൂട്ട് മാറ്റി. കാരണം ഭൂദാന പ്രസ്ഥാനത്തിലേക്ക് വിനോബജിയുടെ ഭൂദാന പ്രസ്ഥാനത്തിലെ ആകർഷനായി സ്വന്തം സ്ഥലം തീർത്ത് സംഭാവന ചെയ്ത്. ഇപ്പം മുടാടിയിലൊരു 10-14 ഏക്കർ സ്ഥലം ഗോപാലപുരത്ത് ഹരിജനങ്ങൾക്ക് വേണ്ടി കോളനി ഉണ്ടാക്കാൻ വേണ്ടി സംഭാവന ചെയ്ത എല്ലാ സ്വത്തുക്കളും ആ നിലയ്ക്ക് കൊടുത്ത അതിൻ്റെ ഭാഗത്ത്. പക്ഷേ സ്വന്തം ആശയങ്ങൾ മാത്രം ശരിയെന്ന് ശഠിച്ചില്ല. ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ ബോംബുമായി കോയപ്പള്ളിയിൽ നിന്നിറങ്ങിയവരിൽ കേളപ്പന്റെ മകനും സഹോദരനും ഉണ്ടായിരുന്നു. കേരളത്തെ നമ്മളിന്ന് കാണുന്ന കേരളമാക്കിയവരിൽ മുൻപന്തിയിലാണ് കേളപ്പൻ. തൊട്ടുകൂടായ്മയും അസമത്വവുമില്ലാത്തൊരു സുന്ദര ഭൂമി സ്വപ്നം കണ്ട മഹാമനീഷി. സ്വാതന്ത്ര്യത്തിന്റെ 80ാം വർഷത്തിലും കേരള ഗാന്ധി എന്ന വിശേഷണത്തിനും കുടുംബ ട്രസ്റ്റ് ഈ വീട്ടിലൊരുക്കിയ ഓർമ്മചിത്രങ്ങൾക്കും അപ്പുറം കെ കേളപ്പനെ ഓർക്കാൻ അധികമൊന്നും ബാക്കിയില്ല. ക്ഷേത്രപ്രവേശന സമരങ്ങളിലും ഉപ്പ് സത്യാഗ്രഹത്തിലുമടക്കം നേതൃപരമായ പങ്കുവഹിച്ചൊരു നേതാവിനെ ഇങ്ങനെ ഓർത്താൽ മതിയോ എന്ന ചോദ്യം നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതുണ്ട്. രാഹുൽ മക്കടയ്ക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ബിഗ് TV ജേർണലിസ്റ്റ്, കോഴിക്കോട്. Big TV, without fear or favor.